ദൈവമേ, തിങ്കൾ തൊട്ട് വെള്ളി വരെ പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞിരിക്കുക. ഒരു ദിവസം വീട്ടിൽ ഇരിക്കാന്ന് വെച്ചാൽ ആ തള്ളയാണെങ്കിൽ ഇരുത്തത്തില്ല. എന്തോരം പണികളാണ് ഇവിടെ ചെയ്യാനിരിക്കുന്നത്. ഇനി ഒന്ന് കുളിക്കാന്ന് വെച്ചാൽ അവരിപ്പം വരും 100 കൂട്ടം പണിയും പിടിച്ചോണ്ട്. ഇനി ആ കൊച്ചെന്ത് ചെയ്യണം? അതിനെ ഒന്ന് വിളിച്ച് ഇനി അതിൻ്റെ ഒന്ന് മുടി ഒന്ന് ശരിയാക്കാന്ന് വെച്ചിട്ട് ആ കൊച്ചിനെ കണ്ടില്ല. അമ്മുവേ, ഇങ്ങോട്ടൊന്ന് വന്നാ കൊച്ചേ, ഇങ്ങോട്ടൊന്ന് വന്നേ. രാവിലെ എത്ര നേരമായിട്ട് കൊച്ചു കുളിച്ചൊന്നുമില്ലേ? എൻ്റെ ദൈവമേ, ഈ കൊച്ചിൻ്റെ മുടിയൊക്കെ കിടക്കുന്നുണ്ടോ? ഈ അമ്മ ഇത്രയും ദിവസമായിട്ട് ഈ കൊച്ചിൻ്റെ തലമുടി ഒന്നും ഈ കെട്ടി കൊടുക്കത്തില്ല. ബാക്കിയുള്ള രാവിലെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്നില്ല. ഇതിൻ്റെ മുടിയൊക്കെ കിടക്കുന്നുണ്ടോ? ഇതിനൊന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കി തരുന്നില്ല കുഞ്ഞ്. നോക്കിയാൽ ഈ കൊച്ചിൻ്റെയൊക്കെ കോലം. ഇവിടെ രാജ്യമേ വിളിച്ചോളൂ, നമ്മളെ ഒന്ന് ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ. വിളിക്കുന്നോ എന്നെ മക്കളെ? നമ്മൾ എന്നെ എടുക്കും ഈ പകല് മുഴുവൻ. ഈ കൊച്ചിന്റെ തലമുടിയൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചെയ്യി ഒതുക്കി കൊടുക്കത്തില്ല. ഇതിന്റെ ഞാൻ രാവിലെ പോയിട്ട് വരുമ്പോൾ 6 മണിയാകും. ഇതിനോടിടയ്ക്ക് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തെല്ലാം ചെയ്യണ്ടേ? അടുക്കളയിലൊന്നും ചെയ്യത്തില്ല. ഈ തുണി മുഴുവൻ അലക്കാൻ ഇവിടെ കൂട്ടിയിട്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഈ കൊച്ചിന്റെ കാര്യം ഞാൻ എപ്പോൾ ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു കോലം കണ്ടോ? അതിനും വല്ലതൊക്കെ മേടിച്ചു കൊടുക്കും. ഇപ്പൊ എല്ലാരും പിന്നെ കൊച്ചുങ്ങൾ നന്നാകാനും കൊച്ചുങ്ങൾക്ക് നല്ലതായിട്ട് വളരാനുള്ള സാധനമൊക്കെ മേടിച്ചു കൊടുക്കും. അത് എനിക്കറിയാവോ. എന്നാ ചെയ്യുന്നൊക്കെ എനിക്കറിയാവോ. ഇപ്പോഴുള്ള രീതിയിലൊന്നും ഒഴിക്കാനൊന്നും എനിക്കറിയാം. ഇന്നിപ്പോ ഞാൻ ഇനി ഒരു പണിയും ചെയ്യത്തില്ല കേട്ടോ. ഇന്ന് എന്റെ കൊച്ചിന്റെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കട്ടെ കേട്ടോ. ഈ കൊച്ചിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിന്റെ ആവശ്യമാ. പിന്നെ ബാക്കി പണിയല്ലേ ആര് ചെയ്യൂ? എനിക്ക് മേല അടിച്ചു. ഇതിപ്പോ എത്ര ദിവസങ്ങളായി അടിക്കന്മാരും ഒക്കെ ചെയ്ത് വെച്ച് പണി തീർത്ത് വെച്ച് പോയി കിടന്നു. ഇന്നിനി ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ എന്നോട് പുറത്തോട്ടൊന്നും പോവാം. കൊച്ചിനെ കൊണ്ട് പുറത്തോട്ട് ഞാൻ ഇവിടെ എന്നാലും കാര്യം ചെയ്യും. പെമ്പിള്ളാരെ രണ്ടുപേരെ കൂടെ വിളിക്കും. ചുമ്മാ ഇങ്ങോട്ട് ഒന്ന് ചെയ്യാൻ പറയാം. ഓരോരുത്തടുത്ത് കെട്ടിച്ചു വിട്ടതാ. അവന്മാരൊക്കെ അവിടുത്തെ നോക്കുവോ ഇവിടുത്തെ നോക്കും. ഇന്ന് ശനിയാഴ്ച അല്ലേ, ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് നാളെ വിളിച്ചു പറ, വരാൻ പറ. ഞാൻ എന്താണെങ്കിലും ഞങ്ങൾ എന്നോട് വെളിയിലോട്ടൊന്നും പോവാം. ഞാൻ ചില സാധനങ്ങളൊക്കെ മേടിക്കാൻ. നിങ്ങൾ കൊച്ചിന് വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കും. കൊച്ചിന്റെ കോലം മാറട്ടെ. മക്കളെ വിളി, അവര് ചെയ്യട്ടെ. ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാവും ഞാൻ, നമുക്ക് പോവാം. ആയിട്ടരാ. ഈ ഇതുപോലത്തെ ഡ്രസ് ഇട്ടാണോ പുറത്തു പോകുന്നേ? എന്താ അമ്മ വല്യമ്മ വിളിച്ചു പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പച്ചിമാര് രണ്ടും കൂടെ വരുന്നുണ്ട്. എന്നാ കാര്യത്തിനാണെന്ന് അറിയത്തില്ല. അമ്മോ, അമ്മേ, മക്കള് വരുന്നുണ്ട്. വിളിച്ചു പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വരണോന്ന്. നീ ഇവിടെ കടന്നു പിന്നെ പറയാ മക്കളെ വിളിക്കുന്നു പറഞ്ഞു. ഞാൻ അവന്മാരോട് വരാനൊന്നും പാടില്ല. ശനിയാഴ്ച അല്ലേ, അതുകൊണ്ട് അവധിയല്ലേ. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് ചില കാര്യമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. കൊച്ചിനെ കൊണ്ടൊന്ന് പുറത്ത് പോകാന്ന് വെച്ചു. കൊച്ചിന് ഡ്രസ്സൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇത്ര ദിവസമായിട്ട് കൊച്ചൊന്നും വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. കൊച്ചിന്റെ ഒരു കോലം കണ്ടു. ഞാൻ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചു ഈ കൊച്ചിനൊന്നും കൊടുക്കുന്നില്ലേന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു കൊച്ചിന് വല്ല പ്രോട്ടീൻ പൊടിയൊക്കെ മേടിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാൻ എന്നാ പുറത്ത് പോയി കൊച്ചിന് വല്ല മേടിച്ചോണ്ട് കൊടുക്കാം. കൊച്ചിന് പ്രോട്ടീൻ പൊടി മേടിക്കാനായിട്ട് കൊച്ചിനെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ജോലിക്ക് പോയിട്ട് വരുമ്പോൾ പണികളുണ്ട്. ഞങ്ങളുടെ മേടിച്ചു. അമ്മ വിളിച്ചായിരുന്നു നിങ്ങളെ? അമ്മ ഞങ്ങളെ വിളിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അമ്മ വിളിക്കണം. രണ്ടുപേരും പ്ലാൻ ചെയ്തു നമുക്കൊന്ന് ചെന്ന ഒരു ദിവസം അവധിയാണല്ലോ അവിടെ കാണാം. ഞങ്ങൾ ഇന്ന് വന്ന് എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ, വീട്ടിൽ കാണുമല്ലോ എന്നുകൊണ്ട് ഞങ്ങൾ വന്നു. ചില നേരം വീട്ടിൽ ഇരിക്കാമല്ലോ. പോകത്തില്ലല്ലോ. ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾക്ക് വീട്ടിൽ പോകാതിരിക്കാൻ പറ്റുമോ? അമ്മ ഏതാണ്ട് കുറച്ച് പണികളൊക്കെ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അവധിയല്ലേ ഇന്ന്? ഇത്രയും നേരം ഞാൻ പണി ചെയ്യുമായിരുന്നു. ഈ കൊച്ചിന്റെ ഒരു അവസ്ഥ കണ്ടോ? ഈ കൊച്ചിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഞാൻ വരുമ്പോ വൈകുന്നേരം ആവില്ലേ? ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം പണി കിടക്കും. അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര പണിയാണ്. അവൻ എന്നാ പണി എനിക്കറിയത്തില്ല. മുറ്റത്തിലായിട്ട് കോവലും നിൽപ്പുണ്ട്, കുറെ ചെടി നിൽപ്പുണ്ട്. എപ്പോഴും ഇതിനായിട്ട് പരിപാടി. അടുക്കളെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ട് പോകും. നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. കൊച്ചു വരുമ്പോ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ അമ്മ? കൊച്ചിന്റെ കാര്യം നോക്കിയേ. കൊച്ചു ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? അതൊന്നും കഴിക്കാത്ത അതിന് കൊടുക്കണം. അതിന് കൊടുക്കണം. അതവിടെ മേടിച്ച് മാത്രമേ കഴിക്കത്തുള്ളൂ. ഇവിടെ മേടിച്ച് വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് തന്നു വിടുന്നുണ്ടോ? ഞാൻ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്നും തന്നു വിടുന്നൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നില്ല. ബാക്കിയൊന്നും പറയാനില്ലല്ലോ അല്ലെ? മക്കൾ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അവര് പറഞ്ഞില്ലേ ഇപ്പം അവരൊന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല. ഞാൻ ഒരുത്തിക്ക് ഒന്നും കൊടുക്കും. ഞങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വേണ്ടിയതെല്ലാം ഞങ്ങളുടെ കൊച്ചുകൾക്ക് മേടിച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ ഇല്ലാത്ത വീടുകളൊന്നും ഇല്ല. ഞാൻ എന്നാ പോയിട്ട് വരാം കേട്ടോ. ആകപ്പാടെയുള്ള ഒരു ആങ്ങളയ്ക്ക് ആകപ്പാടെ ഒരു കൊച്ചുണ്ട്. അപ്പച്ചുമാർ എന്നെ കൂടെ കൈയും വീശിയാണോ വന്നേ? ഈ കൊച്ചിന്റെ ഒരു മുട്ടായി കഷ്ണം നിങ്ങൾക്ക് മേടിച്ചോണ്ട് വരത്തില്ലായിരുന്നോ? പെട്ടെന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെയല്ല, ജോലി കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് വല്ലതും മേടിച്ചു തന്നോ? ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? പൈസ പറയാതിരിക്കുന്നത് നല്ലത്. ഇതിപ്പോ ജോലി പൈസ ഇങ്ങോട്ട് കിട്ടുകയല്ലേ? ജോലി എന്റെ പൊന്നെ ചേച്ചി, രാവിലെ ഇവിടുത്തെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് വേണം അവിടെ പോയി കിടന്ന് മടക്കാനായിട്ട്. അവിടുത്തെ മടക്കി കഴിഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് മടക്കണം. ഈ കാശ് മുഴുവൻ ഈ വീട്ടിലോട്ടാണ് ചെലവാക്കുന്നത്. എനിക്ക് എന്റെ വീട്ടിൽ കൊടുക്കാൻ പോലും 5 പൈസ കിട്ടും. എല്ലാവരും
അങ്ങനെയാ, എല്ലാരും ഇവിടുത്തെ അങ്ങനെയൊക്കെ അമ്മയോട് പറയാമോ? ഇവിടുത്തെ അമ്മയോട് വല്ലതും പറഞ്ഞാ എന്തിയാ കാശ് ചോദിച്ചാൽ അമ്മയ്ക്കോട്ട് അറിയത്തില്ല. അങ്ങനെയാ എല്ലാരും അവനവന്റെ വീട്ടിലേക്ക് ആ ചെലവാക്കുന്നത്. ഇതിച്ചിരി കൂടുതലാന്നേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. അവനവന്റെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് വേണ്ട എല്ലാരും ചെയ്യാനേ. അല്ലാതെ രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് പോകാം. കാശിന്റെ കണക്ക് നിങ്ങൾ ചോദിച്ചില്ല, ശമ്പളത്തിന്റെ കണക്ക്. ഈ കൊച്ചിന് ഫീസ് കൊടുക്കണം, വണ്ടി ഫീസ് കൊടുക്കണം, ഇവിടെ വെള്ളത്തിന്റെ പൈസ, ഗ്യാസ്, കറണ്ട് ബില്ല്, ചെലവ്, ഇതെല്ലാം വഹിക്കുന്ന ഇപ്പൊ എന്റെ ശമ്പളത്തിൽ നിന്നാ. നിങ്ങളുടെ ആങ്ങളെ 5 പൈസ പോലും ചെലവാക്കുന്നില്ല. നേരത്തെ നേരം ജോലി ഇല്ലാത്ത സമയത്ത് അവനല്ലേ എല്ലാം ചെലവാക്കിക്കൊണ്ടിരുന്നത്. എന്നാ ചെയ്തോണ്ടിരുന്നത്? ഈ കാര്യങ്ങളെല്ലാം ചെയ്തോ. ഈ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ എന്നെ എടുക്കുക പിന്നെ ഇപ്പൊ എന്നെ അമ്മയോട് ചോദിച്ചു നോക്ക്. അവന് LIC ഉണ്ട്, വേറെ ചിട്ടിയുണ്ട്. ഇത് എല്ലാവരുടെയും കൂടെ പൈസ എടുത്തിട്ട് ഒന്ന് ചെലവാക്കണം. അതൊരു കാര്യമാണ്. അപ്പൊ പിന്നെ ആ പൈസ നിങ്ങൾക്ക് തന്നെയാണ്. എങ്ങനെയാലും 30 രൂപ കൈ വേണ്ടേ? എപ്പോഴും തിന്നാൻ മതിയോ? കണ്ടാ മതി. ഒരു കാര്യം, ഒരു പെങ്കൊച്ചല്ലേ ഉള്ളേ. അതെ, സമ്പാദിക്കുന്നതിന്റെ കഥയൊന്നും എന്നോട് പറയരുത് കേട്ടോ. അത്ര ഷാപ്പിൽ കാണും കുറച്ച് സമ്പാദ്യം. അപ്പൊ എന്റെ പൈസ മുഴുവൻ അങ്ങ് ചെലവാക്കി പൊക്കോളുമല്ലോ. മകന്റെ ഒക്കെ സമ്പാദ്യമായിട്ട് കൈ കാണുകയും ചെയ്യും. ബാക്കി ആ അക്കരയിലെ ഷാപ്പുകാരനും കുറെ കൊടുത്തോളൂ. LICയും ചിട്ടിയൊക്കെ ഉണ്ട്, അതൊരു മുതലല്ലേ. അതൊരു കാര്യമാണ്. എനിക്കറിയാം, അതൊരു കാര്യമാണ്. ചെയ്യുന്നുണ്ടെന്നറിയാം. ഷാപ്പിലാണോ അതോ LICയിലാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ആരുടെ ഉത്തരവാദിത്വം? അത് കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങൾ അതൊക്കെ നോക്കേണ്ടത്. കറവപ്പശുവിനെ പോലെ കിടക്കുമല്ലേ പണി ചെയ്തോ. അതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ വേണം ചെയ്യാൻ. ചിടി ചെയ്തു, ജോലി കിട്ടി, ഇവിടെ ജോലിക്ക് പണിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റേതായ എന്തെങ്കിലും മാറ്റം വേണമല്ലോ എന്ന് അവൻ അതൊക്കെ ചേർന്നു. നിങ്ങളോട് വഴക്ക് പിടിക്കാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ അമ്മയും മക്കളും കൂടെ സംസാരിച്ചിട്ടില്ല. ജോലി കിട്ടിയാൽ ആയിക്കോട്ടെ. എങ്ങനെ അമ്മേ നേരത്തെ എന്നതാ ഇത് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തുടങ്ങിയാൽ എന്താ ചെയ്യുന്നത്? എനിക്കറിയത്തില്ല എന്റെ മക്കളെ, നിങ്ങൾ വഴക്ക് പിടിക്കാതെ നമുക്ക് എന്നെയും പറഞ്ഞൊക്കെ ഇച്ചിരി മണിയല്ലോ. നക്കാപ്പിച്ച് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അഭാവം കണ്ട. ഈ കണക്കിന് കെട്ടിക്കൊണ്ട് വരുമ്പോ ഒരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? എങ്കിൽ അമ്മ ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ വായിച്ചതിന് അമ്മ ഈ വീട്ടിൽ നിന്ന് വിട്ടേക്കുകയല്ലായിരുന്നു. ചില കാശ് നേരത്തെ അമ്മ അവനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി എങ്ങനെയും ഒക്കെ സ്നേഹമായിട്ടും ഒക്കെ പോകാനായിട്ടുള്ള കാര്യങ്ങൾ പറ. ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇത്രയും. അപ്പൊ അന്ന് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്നതായിരുന്നു തന്നെ അല്ലേ. ഭയങ്കര ഒരു അഭാവിയാണേ. കാശ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ആളങ്ങ് മാറി. അത് തന്നെ. മറ്റേ നമ്മളോടൊക്കെ എന്നാ സ്നേഹമായിരുന്നില്ലേ? നമ്മളെയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. നമ്മളെ വന്നില്ല, ഫോൺ വിളിച്ച് വരാൻ പറയും. അത് തന്നെ 10 നക്കാപ്പിച്ച് കൈ കിട്ടിയപ്പോഴത്തേനും ഇതാണ് മാറി. എത്ര നാൾ കാണുമെന്ന് അറിയാമല്ലോ. സാരമില്ലല്ലോ മകളെ, എങ്ങനെയും നമുക്ക് പിള്ളേർ കടമ കൂട്ടി പോട്ടെ. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെയാണോ? ആണുങ്ങൾക്ക് വീട് ജോലി ചെയ്ത് വീട്ടിൽ പൈസയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നവർ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നവർ, പെണ്ണുങ്ങൾക്ക് ജോലിയായി കഴിയുമ്പോഴത്തേന് അവരവരുടേതായ രീതിയിൽ മാറുകയും സ്വന്തമായി സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുകയാണോ എല്ലാവരുടെയും വീടുകളിൽ ചെയ്യാറുള്ളത്? ഞങ്ങളുടെ വീടുകളിൽ അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.